മധ്യയിലെ, പ്രതിസന്ധിയുടെ നടുവിൽ, പോരാട്ടങ്ങൾ മധ്യയിലെ, സാഹചര്യങ്ങളുടെ നടുവിൽ, സൂழ்நிலைகள் മധ്യയിലെ, തോൽവിയുടെ നടുവിൽ, തോൽവിயின் മധ്യയിലെ, തകർച്ചയുടെ നടുവിൽ, വീഴ്ചயின் മധ്യയിലെ ഒരു മനുഷ്യനല്ല നിന്നോട് സംസാരിക്കേണ്ടത്, ഒരു മനിതനല്ല ഉന്നോട് പേശ വേണ്ടിയത്, ദൈവം നിന്നോട് സംസാരിക്കണം. தேவன் உன்னோடு பேச ഈ வேண்டும். രാത്രി എന്നോട് ദൈവം സംസാരിക്കുമെന്ന് വിശ്വസിക്കുന്നു. இந்த இரவில கர்த்தர் என்னோடு பேசுவார்னு விசுவாசிக்கிறவங்க എത്ര പേരുണ്ട്? எத்தனை பேர் இருக்கீங்க? കരമുയർത്തി ദൈവത്തെ സ്തുതിച്ച് கைகளை உயர்த்தி ஆண்டவரை மகிமைப்படுத்துங்க. ഹല്ലേലൂയ, ஹல்லேலூயா. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. கர்த்தருக்கு மகிமை உண்டாவதாக. ദൈവം നിനക്ക് വഴി കാണിച്ചാൽ, தேவன் உனக்கு வழியை காண்பித்தார். നിങ്ങൾ ശ്രദ്ധിച്ചോണം, ദൈവം നിങ്ങൾക്ക് വഴി കാണിച്ചാൽ, நீங்க கவனிக்கணும், தேவன் உங்களுக்கு வழியை காண்பித்தால் അവൻ റോങ് റൂട്ടിലേക്ക് നിന്നെ വിടത്തില്ല. அவர் உன்னை தவறான வழியில உன்னை அனுமதிக்க மாட்டார். അടുത്തിരിക്കുന്നവരെ കൈ കൊടുത്തിട്ട് പറ, பக்கத்துல உள்ளவங்களுக்கு கை கொடுத்து சொல்லுங்க, ദൈവം നിനക്ക് ആലോചന തന്നാൽ, கர்த்தர் உங்களுக்கு ஆலோசனை கொடுத்தாருன்னா, ദൈവം നിനക്കൊരു വഴി തുറന്നാൽ, கர்த்தர் உங்களுக்கு ஒரு வழி திறந்தாருன்னா അത് റോങ് വേ അല്ല, அது தவறான வழி அல்ல, അത് റോങ് റൂട്ട് അല്ല, தவறான ரூட் அல்ல, അത് കഞ്ചാവിന്റെ റൂട്ട് അല്ല, கஞ்சாவுடைய ரூட் அல்ல, അത് മദ്യപാനത്തിന്റെ റൂട്ട് അല്ല, மதுபானத்தின் ரூட் அல்ல, അത് മയക്കുമരുന്നിന്റെ റൂട്ട് അല്ല. போதை வஸ்துக்கள் ரூட் அல்ல. ദൈവം നിനക്ക് വഴി തുറന്നാൽ தேவன் உனக்கு வழி திறந்தார், അത് നേർ വഴിയായിരിക്കുമെന്ന് വിശ്വസിക്കുന്നവർ அது நேர் வழியா இருக்கும் என்று കരങ്ങളെ விசுவாசிக்கிறவர்கள் അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത് പറ, கரங்களை தட்டி ஆண்டவரை மகிமைப்படுத்தி சொல்லுங்க, ഞാൻ എനിക്ക് വേണ്ടിയിട്ട് நான் எனக்காக സ്വയം വഴി തുറന്നാൽ சுயமாய் வழி திறந்தால் അത് പരാജയത്തിന്റെ വഴിയായിരിക്കും. அது தோல்வியின் வழியா இருக்கும். ഏതെങ്കിലും ഒരു മനുഷ്യൻ നിനക്ക് വഴി തുറന്നാൽ ஏதாவது ஒரு மனுஷன் உங்களுக்கு வழி திறந்தால் അത് പരാജയത്തിന്റെ വഴിയായിരിക്കും. அது ஏமாற்றத்தின் வழியா இருக்கும். ഹല്ലേലൂയ. ஹல்லேலூயா. വചനം പറയുന്നു, வேதம் சொல்கிறது, ഒരു മനുഷ്യന് ஒரு மனிதனை തന്റെ വഴി தன்னுடைய வழி അത് ചൊവ്വെന്ന് തോന്നിയാലും அவனுக்கு செம்மையாய் தோன்றினாலும் അത് പരാജയത്തിന്റെ വഴിയാണ്. அது தோல்வியின் வழியா இருக்கிறது. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു? இந்த இரவுல எத்தனை பேர் விசுவாசிக்கிறீங்க? റോങ് വേ അല്ലാതെ தவறான வழி அல்லாமல் റൈറ്റ് വേയിലേക്ക് നയിക്കുന്ന சரியான வழியில் நடத்துகிற ദൈവത്തിന്റെ അഭിഷേകം தேவனுடைய அபிஷேகம் ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെടുന്നുണ്ട്. இன்று இரவு இங்கே வெளிப்படுகிறது. Praise the Lord. ஹல்லேலூயா. മനുഷ്യന്റെ വഴി ഏതാണ്? மனிதனுடைய வழி என்பது எது? യോന சரி, யோனா யோனைയുടെ ഇഷ്ടത്തിന് വഴി തിരഞ്ഞെടുത്തു. யோனாவை தன் விருப்பத்திற்கு வழியை தெரிந்து கொண்டார். അത് തർസീസ് ആയിരുന്നു. அது தர்ஷீஷா இருந்தது. ഇന്ന് രാത്രിക്കാല ഒരു ദൂത് ഞാൻ പറയാം. இன்று இரவு ஒரு ஆலோசனை சொல்கிறேன். തർസീസിലല്ല ഉണർവ് നടക്കാൻ പോകുന്നത്. தர்ஷீஸில் அல்ல எழுப்புதல் வரப்போவது. ആമേൻ. നിനവേലാണ് ഉണർവ് നടക്കാൻ പോകുന്നത്. நினிவேயில் தான் எழுப்புதல் வரப்போகுது. കരങ്ങളെ അടിച്ചു പറഞ്ഞാട്ടെ, கைகளை தட்டி சொல்லுங்க, ഇന്ന് രാത്രി ഉണർവ് നടക്കാൻ പോകുന്നത് இன்று இரவு எழுப்புதல் நடக்க போகுது. തിരുനെൽവേലിയിലാണ്. திருநெல்வேலியிலே വിശ്വസിക്കുന്നവർ കരമടിച്ചു പറ, விசுவாசிக்கிறவங்க கையை தட்டி சொல்லுங்க, ഹല്ലേലൂയ. ஹல்லேலூயா. നിനവയിൽ ഉണർവിന്റെ പ്രസംഗം നടത്തേണ്ടവർ, நினிவேயில எழுப்புதல் பிரசங்கம் பண்ண வேண்டியவங்க തർസീസിൽ പോയാൽ தர்ஷீஸுக்கு போனா അവൻ പരാജയമായിരിക്കും. அவன் தோற்று போனவனாய் இருப்பான். Praise God. ஹல்லேலூயா. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നു? இந்த இரவுல எத்தனை பேர் விசுவாசிக்கிறீங்க? ഹല്ലേലൂയ. ஹல்லேலூயா.